ഇന്ന് നമുക്ക് റെസ്പോൺസീവ് ഫീഡിംഗ് എന്താണെന്ന് നോക്കാം. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടെ അവർക്ക് വിശക്കുന്നു എന്നുള്ള കാര്യവും അല്ലെങ്കിൽ അവരുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അവർ പല രീതിയിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ വളരെ സ്നേഹത്തോടെയും കരുതലോടുകൂടിയും ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ ഏജിനനുസരിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. പക്ഷേ അത് എത്രത്തോളം വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കുഞ്ഞു തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കൈയെടുത്ത് വായിലിടുക, അല്ലെങ്കിൽ വായി തുറന്നുകൊണ്ടൊരു സൈഡിലേക്ക് പോവുക, പാല് കുടിക്കുന്നത് പോലെയുള്ള സൗണ്ട് ഉണ്ടാക്കുക, അതോ അല്ലെങ്കിൽ അവരുടെ മുഷ്ടി ചുരുട്ടിയും നൂത്തും ഒക്കെ നെഞ്ചിൻ്റെ മേളിലും വയറിൻ്റെ മേളിലൊക്കെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊന്നും വർക്കായില്ലെങ്കിൽ അവസാനം അവർ കരയാനായിട്ടും തുടങ്ങും. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, കുപ്പിപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ വേറെ എന്തിലേക്കെങ്കിലും മാറിപ്പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും, അവർ മുഖം തിരിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവർ കുടിച്ച പാലല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് തുപ്പുവാണെങ്കിലും, അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ വയറ് നിറഞ്ഞു എന്നാണ്. മേൽ പറഞ്ഞ സിഗ്നൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി മുതൽ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനും ഫുഡ് കൊടുക്കുന്നത് നിർത്താനും ഒക്കെ ആയിട്ട്. കുഞ്ഞിന് നമ്മളുമായിട്ടൊരു നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഫീഡ് ചെയ്യാനായിട്ട്, അവർക്ക് എപ്പോൾ വിശക്കുന്നു എന്നും എപ്പോൾ വിശക്കുന്നില്ല എന്നും തിരിച്ചറിയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മമാർ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് ഒരു നേരം ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു സമയം ഈസി ആക്കാനും ഹാപ്പി ആക്കാനും ഒക്കെ നമുക്ക് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും.